നമസ്തേ, ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ ഈ ലോകത്ത് 3 തരം വാദികളുണ്ട്. അവരാരൊക്കെയാണെന്നല്ലേ? ഏതൊക്കെ വാദികളാണെന്നല്ലേ? 1 ഈശ്വരവാദിയാണ്, 2 നിരീശ്വരവാദിയാണ്, 3ാമത്തെ ആള് അവസരവാദിയാണ്. പിന്നെ ലോകം ഒട്ടും തന്നെ അംഗീകരിക്കാത്ത ഒരു വാദികളുണ്ട്, അവർ തീവ്രവാദികളാണ്. ഈ തീവ്രവാദികളെ ലോകത്തിലെ എല്ലാവരും നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. തീവ്രവാദികളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഈശ്വരവാദി എന്ന് പറഞ്ഞാൽ എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് എല്ലാം ഈശ്വരൻ തന്നെ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. നിരീശ്വരവാദികളാണെങ്കിലോ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ജീവിക്കുന്നു. അവസരവാദിയാണെങ്കിൽ ആവശ്യമനുസരിച്ച് മാറിയും മാറ്റി പറഞ്ഞും ജീവിക്കുന്നു. ആദ്യം തന്നെ നമുക്കിവിടെ നിരീശ്വരവാദിയെ എടുക്കാം. ഇവർ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാർ എന്ന രീതിയിലാണ് ജീവിത പ്രയാണം. ദൈവസങ്കല്പത്തോടും പരമപുച്ഛമായിരിക്കും. അതുപോലെ തന്നെ ദൈവവിശ്വാസത്തോടും ആരാധനയോടും ഒരകൽച്ച കാണിക്കുകയും അവസരം വന്നാൽ അവഹേളിക്കുകയും ചെയ്യും. നമ്മുടെ ഭാരതത്തിൽ ആരാധനാലയങ്ങൾക്കും ദൈവസങ്കല്പങ്ങൾക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്താണ് അമ്പലം എന്ന് ഒരു സമ്മേളന വേദിയിൽ സ്വാമി വിവേകാനന്ദനോട് ചോദിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം നൽകിയ മറുപടി ഇതായിരുന്നു: ഭൂമിയിൽ ധാരാളം തെളിനീരുറവകളുണ്ട്, അവയൊന്നും തന്നെ ഉപയോഗശൂന്യമില്ലാതെ ഒഴുകുന്നു. എന്നാൽ ഒരു കിണർ കുത്തി, ഒരു കുഴി കുത്തി നാനാഭാഗത്തേക്കും ഒഴുകുന്ന ഉറവയെ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത് ഭൂമിക്കും വൃക്ഷങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യനും ഉപയോഗപ്രദമാകും. ഇത് തന്നെയാണ് അമ്പലങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും ഉപയോഗം. ഈ കുടിനീരുറവ ആത്മശാന്തിയും മനഃശാന്തിയും തേടി അലയുന്നവരുടെ ആലയമാണ് അമ്പലം. എന്നാൽ നിരീശ്വരവാദികൾ പറയുന്നത് ഒരമ്പലം തകർന്നാൽ അല്ലെങ്കിൽ തകർത്താൽ അത്രയും അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ കുറയും എന്നാണ്. ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും വിശ്വാസം അന്ധമായി തന്നെയാണുള്ളത്. പക്ഷെ നിരീശ്വരവാദികളുടെ ആവശ്യം അമ്പലങ്ങൾ തകർക്കുക എന്നത് മാത്രമാണ്. പിന്നെ സാഹിത്യങ്ങളിലൂടെ തൻ്റെ വാദങ്ങൾ ശരിയാണ് എന്ന രീതിയിലാണ് നിരീശ്വരവാദികളുടെ എഴുത്തെല്ലാം തന്നെ. അമ്പലത്തിലെ പ്രതിഷ്ഠയായ മൂർത്തിയെ, ഭഗവതിയെ ഒരായുഷ്കാലം മുഴുവൻ പൂജിക്കുക, എന്നിട്ട് തൻ്റെ പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളും വ്രതങ്ങളുമെല്ലാം വിഫലമായി എന്ന് തോന്നിപ്പിക്കുക, അരയിൽ കിടക്കുന്ന ഉടവാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഭഗവതിയുടെ നേർക്ക് കാർക്കിച്ചു തുപ്പുക, അതുപോലെ തന്നെ ശബരിമലയിൽ പോകാൻ മാലയിട്ട അയ്യപ്പൻ്റെ മുഖത്തേക്ക് സിങ്കിലെ അഴുക്ക് വെള്ളം കോരി ഒഴിക്കുക. ഇതൊക്കെയാണ് നിരീശ്വരവാദികളുടെ സൃഷ്ടിയും നിരീശ്വരവാദവും. ഈ നിരീശ്വരവാദികൾ ഒരിക്കലും മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയോ അവഹേളിക്കുകയോ ചെയ്തിട്ടില്ല. അല്ല, ചോദ്യം ചെയ്യുകയോ അവഹേളിക്കുകയോ ചെയ്താൽ കൈ വെട്ടുമോ കാല് വെട്ടുമോ തല വെട്ടുമോ എന്ന് അവർക്ക് ഭയമായതുകൊണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കലാസൃഷ്ടികളൊക്കെയും മതേതര ഇന്ത്യയിലെ അല്ലെങ്കിൽ മതേതര കേരളത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നിരീശ്വരവാദം ഹൈന്ദവരുടെ നേരെയാണെന്ന് മാത്രം. ഇനിയുമുണ്ട് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ ഏറെയേറെ. ഇനി നമുക്ക് അവസരവാദികളെ എടുത്തു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ആൾക്കാരുടെ മുന്നിൽ വന്ന് ഈശ്വര വിശ്വാസത്തെ ഭംഗിയായിട്ട് തള്ളിപ്പറയും. എന്നാൽ അവസരം വന്നാലോ അവസരം കിട്ടിയാലോ അർദ്ധരാത്രിയിൽ ആരും കാണാതെ തലയിൽ മുണ്ടിട്ടായാലും ഗണപതി ഹോമം ചെയ്യും, പൂജയും വഴിപാട് നടത്തും, ശയന പ്രദക്ഷിണം വരെ ചെയ്യും. ഈശ്വര വിശ്വാസികൾ പൊതുവെ അവർ എല്ലാം, അതായത് ധർമ്മവും കർമ്മവും ഈശ്വരനിലാണെന്ന് വിശ്വസിക്കുന്നവരാണ്. നാം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും ശിക്ഷ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ കർമ്മം പുണ്യമായി കരുതി ജീവിച്ചു പോകുന്നു. നന്മയിൽ വിശ്വസിക്കുന്നവർ തിന്മയെ ഭയക്കുന്നു. ഒരു യഥാർത്ഥ വിശ്വാസി തൻ്റെ ജീവിതത്തിലെ അനുഭവയാത്രയിൽ അത് എത്ര തീക്ഷ്ണമായതായാലും അതെല്ലാം ദൈവത്തിൽ അർപ്പിച്ച് പരബ്രഹ്മത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഈശ്വരവാദിയായാലും നിരീശ്വരവാദിയായാലും അവസരവാദിയായാലും പരബ്രഹ്മത്തെ ഭജിച്ച് പരലോകപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതൊരു സത്യമാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്തേ.